ഹായ് ഹലോ. അപ്പോൾ SRP ദി മല്ലുവിൻ്റെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് പേരെ കുറിച്ചാണ്. ബിഗ് ബോസിൽ കുറച്ച് പേരുടെ പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കുറച്ച് ടാസ്കുകളുണ്ടായിരുന്നു. പുതിയ ക്യാപ്റ്റൻ തീരുമാനിച്ചു. ക്യാപ്റ്റൻ നോമിനേഷനിൽ വന്ന 3 പേരെന്ന് പറഞ്ഞാൽ, അതായത് എല്ലാവരും പറഞ്ഞു ക്യാപ്റ്റൻ ആവാൻ അവർ ആഗ്രഹിക്കുന്ന 2 പേരുടെ പേരുകൾ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസിനും അഭിലാഷിനും ഡോക്ടർ ബിന്നിക്കുമാണ്. അപ്പോൾ ഈ 3 പേർക്കും തമ്മിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ വിജയിച്ച് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഷാനവാസിനാണ്. അപ്പോൾ ഷാനവാസാണ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ. ഇതിനു മുന്നേ ഹൗസിനകത്ത് ഭയങ്കര സംസാരം ഉണ്ടായി. അനീഷിനുമായിട്ട് ഭയങ്കര തർക്കങ്ങൾ എല്ലാവരും ഉണ്ടായി. അനീഷ് പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ, ഞാൻ തന്നെയായിരിക്കും ഇവിടെ അവസാനം വരെയും ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയൊക്കെ സംസാരിച്ചു. പക്ഷേ ക്യാപ്റ്റന് ഉറപ്പായിട്ടും അനീഷിനോട് അവിടെയുള്ള ബാക്കി എല്ലാവരും എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അനീഷിന് മെജോറിറ്റി വോട്ട് കിട്ടൂലെന്ന കാര്യം 100% ഉറപ്പായിരുന്നു. എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാനവാസിനെയാണ്. ടാസ്ക് വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ഷാനവാസാണ്. പിന്നെ ഇതിനകത്ത് നൈറ്റ് പുറത്ത് കിടക്കുന്ന, അതായത് ഗാർഡനിൽ മാത്രം കിടക്കാൻ പറ്റുന്ന 4 പേരിൽ ഒരാളെ അക്ബറിന് കിട്ടിയ പ്രത്യേക ഒരു പവർ വെച്ച് ഷാനവാസിനെ അകത്താക്കുകയും പകരം മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തു. അത് അക്ബറിന് കിട്ടിയ ഒരു കോയിൻ ടാസ്കിൻ്റെ ഫലമായിട്ട് അക്ബറിന് കിട്ടിയ ഡെസ്റ്റിനി കോയിൻ്റെ ഒരു പവറാണ്. ആ പവർ വെച്ചിട്ട് ഒരാളെ സ്വാപ്പ് ചെയ്യാനുള്ള അധികാരം അക്ബറിന് കൊടുത്തു. അക്ബർ ഉടൻ തന്നെ ഷാനവാസിനെ അകത്ത് വിളിച്ചു. എന്നിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കി. എന്നിട്ട് ഇതിന് അക്ബർ പറഞ്ഞ ന്യായം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് ഹൗസിനകത്ത് ചർച്ചയായപ്പോൾ അക്ബർ പറഞ്ഞു വെച്ചാൽ അയാൾ 4 ദിവസം, അതായത് ഷാനവാസ് ഒരിക്കലും അവിടെ പുറത്തുനിന്ന് കിടക്കരുത്, 4 ദിവസം അയാൾ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് അവിടെ കിടന്നാൽ അയാൾക്കൊരു ഹീറോ പരിവേഷം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അയാളെ മാറ്റിയിട്ട് ഈ പുള്ളിക്കാരനെ ആക്കിയെന്നുള്ളത് വളരെ രീതിയിൽ പല ന്യായീകരണങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിന്ന് പറയാൻ വന്ന മെയിൻ കാര്യം ഇതൊന്നുമല്ല, നമ്മുടെ അനീഷിനെ കുറിച്ചാണ്. അനീഷിൻ്റെ ഒരു ഗെയിം പ്ലേയെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ഒരുപാട് പേര് ആ ഹൗസിനകത്തുള്ള എല്ലാവരും അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അനീഷിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. പുള്ളി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ അനീഷിൻ്റെ മുമ്പിൽ നമ്മുടെ അനീഷിൻ്റെ ഒരു പവർ, അതായത് പുള്ളി ചിന്തിക്കുന്ന എത്രത്തോളം വ്യക്തമാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു കാൽക്കുലേഷൻ എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അതായത് അവിടെ അതിനകത്ത് ഒരു സൈഡിൽ നമ്മുടെ അനുമോൾ ഇരുന്നിട്ട് കൂടെ ഇരിക്കുന്നത് RJ ബിൻസി ആണെന്ന് തോന്നുന്നു. പറയുന്നുണ്ട് പുള്ളിയുടെ ക്യാപ്റ്റൻസി അടിപൊളിയാണ്, പുള്ളി ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരുടെയും കൂടെ ആരെയും സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ആർക്കും ഫേവറേറ്റ് ആയിട്ടില്ല, ഫേവറിസം ഒന്നും കാണിക്കാതെ ഒരു നിഷ്പക്ഷനായിട്ടാണ്, കറക്റ്റ് ഒരു അടിപൊളി നിഷ്പക്ഷനായിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ടാണ് ഈ നിൽക്കുന്നതെന്ന് അനുമോൾ RJ ബിൻസിയോട് പറയുന്നുണ്ട്. ഇത് ഇവർ തമ്മിൽ പരസ്പരം പറയുന്നതാണ്. എങ്കിലും ബിൻസി പറയുന്നത് നമ്മളെ കേൾക്കാൻ നിൽക്കുന്നില്ല, അങ്ങനെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അതായത് മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ ചെവി കൊടുക്കാൻ അനീഷ് നിൽക്കാറില്ല, ആവശ്യത്തിന് മാത്രമേ അനീഷ് കേൾക്കാറുള്ളൂ, അനാവശ്യ കാര്യങ്ങൾക്ക് പുള്ളി കേട്ടില്ല എന്ന പാട്ടിൽ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതായത് രഹസ്യമായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട് അനീഷിൻ്റെ ക്യാപ്റ്റൻസിനെ. ആരുടെടുത്തും ഫേവറിസം കാണിക്കാതെ നല്ല രീതിയിലൊരു ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അനീഷ്. അപ്പോൾ അത് സമ്മതിച്ചു തരാൻ ഇവർക്കൊക്കെ മടിയാണ് പരസ്യമായിട്ട്. പിന്നീട് ഇതേ കാര്യം ഇവർ സംസാരിക്കുന്ന സമയത്ത് അനീഷ് ഇത് കേട്ടിട്ടില്ല. പിന്നീട് ഇതേ കാര്യം അനീഷ് അപ്പാനി ശരത്തിനടുത്ത് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം എൻ്റെ ക്യാപ്റ്റൻസി നല്ലതാണ്, പക്ഷേ ഇത് ഒരിക്കലും അനീഷ് കേട്ടതല്ല. പക്ഷേ അനീഷിനെ അറിയാം മറ്റുള്ളവർ എങ്ങനെയാണ് അനീഷിനെ വിലയിരുത്തുന്നതെന്ന്. ആ രീതിയിലൊക്കെ അനീഷ് അടിപൊളിയായിട്ട് മത്സരിക്കുന്നുണ്ട്, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് തീർച്ചയായിട്ടും. പിന്നെ പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ് അവിടെ റിവീൽ ആവുന്നത്. പുള്ളി അങ്ങനെയാണ് സംസാരിക്കുന്നത്, പുള്ളിയുടെ രീതി അങ്ങനെയാണ്. നമ്മൾക്കും പലപ്പോഴും ഇറിറ്റേഷൻ തോന്നാം. ഞാൻ ഇത് മുൻപും നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഇറിറ്റേഷൻസ് തോന്നുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷേ പുള്ളി അങ്ങനെയാണ്. അവിടെ പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളി എങ്ങനെയാണ് ഗെയിം, അല്ലാതെ പുള്ളിക്ക് ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല പുള്ളി അവിടെ പോയിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പുള്ളിയുടെ ജീവിതമൊന്നുമല്ല അവിടെ ജീവിച്ച് തീർക്കുന്നത്. അതുകൊണ്ട് പുള്ളിയുടെ സ്വഭാവത്തിന് അങ്ങനെ ഒരു ക്യാരക്ടറിന് ഒരു മാർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഗെയിം എങ്ങനെ കളിക്കുന്നു, എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു, എത്ര പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്നു, അതൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അനീഷ് അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് എൻ്റെ ക്യാപ്റ്റൻസി നല്ലതാണെന്ന് നിനക്ക് പറയാം, പക്ഷേ നീ ആദ്യം സമ്മതിച്ചു തരാൻ പഠിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പാനി ശരത്ത് വളരെ വളരെ മോശമായിട്ട് അനീഷിനെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അനീഷ് എല്ലാത്തിനും പോടാ ചെറുക്കാന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ് ചെയ്യുന്നത്. കാരണം അനീഷ് അവനവിടെ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പുള്ളിയുടെ ഗെയിം പ്ലേ ആണ്. നല്ല രീതിയിൽ അനീഷ് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അനീഷിന് എഗെയിൻസ്റ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ജയിൽ നോമിനേഷൻ്റെ ദിവസമായിരുന്നു. ജയിൽ നോമിനേഷനിൽ ക്യാപ്റ്റന് ഒരാളെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാം ഡയറക്റ്റായിട്ട്, അവിടെ വേറെ വോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട്. അനീഷിൻ്റെ റിവഞ്ച് തീർത്തത് അപ്പാനി ശരത്തിൻ്റെ അടുത്ത് ഇങ്ങനെയാണ്. അല്ലാതെ അവൻ കിടന്ന് പറയുന്നതിനും തുള്ളുന്നതിനൊന്നും മറുപടി പറയാനോ അവൻ്റെ അടുത്ത് കായികമായിട്ട് പ്രതികരിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അനീഷിന് ജയിൽ നോമിനേഷൻ കിട്ടിയപ്പോൾ അനീഷ് ആദ്യം തന്നെ ശരത്തിനെ നോമിനേറ്റ് ചെയ്ത് ജയിലിലാക്കി.
സിമ്പിൾ. അനീഷ് അങ്ങനെയാണ്. അനീഷിന് കറക്റ്റായിട്ട് ഒരു ദൈവം കൊണ്ട് കൊടുക്കുന്ന പോലെ ഓരോ ഇതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതിൽ മെജോറിറ്റി വോട്ട് കിട്ടിയത് അനുമോൾക്കാണ്. അപ്പോൾ അനുമോൾ ശരത്തുമാണ് ജയിലിൽ ആയിട്ടുള്ളത് ഈ ആഴ്ച. അപ്പം അവരുടെ ജയിൽവാസം ഇന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ അനീഷ് റിബൺ മുറിച്ചൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാൻ ശരത്ത് വളരെ ബോറിംഗ് ആയിട്ടുള്ളതാണ്. അപ്പാൻ ശരത്ത് ജയിൽ നോമിനേഷൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഞാനിത് ആഗ്രഹിച്ചതാണ്, എനിക്കിത് ജയിലിൽ വേണം, കറക്റ്റായിട്ട് എനിക്കിത് വേണം, ഞാനിത് പ്രതീക്ഷിച്ചതാണ്. അനീഷിന് ഡയറക്റ്റിങ്ങിന് ഒരു പവർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നെ തന്നെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അനുമോളെ ഞാനും നീ ഉറപ്പായിട്ട് ടോപ്പ് 5 ഉണ്ടാവും. ഞാൻ അത്ര ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഒരു വിശ്വാസമില്ല ശരത്ത് അവിടെ നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ, ഒരു വിശ്വാസമില്ല, ഒരിട്ടും ആഗ്രഹിക്കുന്നില്ല. വളരെ ബോറിംഗ് പ്ലെയറാണ്. കിടന്ന് സംസാരിക്കുന്നത് ചാടുന്നത്. പുള്ളി വിചാരിക്കുന്നത് പുള്ളി ഭയങ്കര എന്തോ സംഭവമാണ്, ഞാൻ എന്തോ കിടിലാണ്. സിനിമ അങ്കമാലി ഡയറീസിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് പുള്ളി. അപ്പാനിയായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പുള്ളിക്കാരൻ. കൊച്ചിറക്ക നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല, ഒരു മറ്റേതും ചെയ്യില്ല. ഇതൊക്കെയാണ് അവൻ്റെ ട്രേഡ് മാർക്ക് ഡയലോഗായിട്ടൊക്കെ ഇവിടെ വന്നത്. ആ ഒരു ക്യാരക്ടർ തലയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. വളരെ ബോറിംഗ് പ്ലെയറാണ്. അപ്പാനി ശരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ തെറി വിളിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അത്രയ്ക്കും വെറുപ്പിച്ച ഒരു പ്ലെയറാണ്. വളരെ വെറുപ്പാണ്. കാരണം അത് അനീഷിനെ പറഞ്ഞതുകൊണ്ടല്ല, ഒരാൾ എത്രത്തോളം പ്രൊവോക്ക് ചെയ്യാൻ എന്തൊക്കെ പറയണോ അവൻ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ അവനെ പുല്ല് വില കൊടുത്ത് തള്ളിക്കളയണം ചെയ്യുന്നത് ബാക്കിയുള്ളവർ. അതുപോലെ തന്നെ ഒരു നിലപാടില്ലാത്തവനാണ്. അവന് ഒരിക്കലും ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു ധൈര്യമില്ലാത്ത ഒരു പ്ലെയറാണ്. എപ്പോഴും കൂടെ അവർ കുറച്ച് ടീം വേണം. അവരെ ബാക്കിയുള്ളവരെ സുഖിപ്പിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്നത്. അന്ന് കയറിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയ ഒരു പ്ലെയറാണ്. ഒരു സിനിമ നടനുണ്ട്, അപ്പം പുള്ളിക്കാരൻ കുറച്ചധികം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാം, പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ ഒന്നുമല്ല. വെറും ബോറിനാണ്. അതിൽ ഒരു സംശയമില്ല, വെറും ബോറിനാണ്. പിന്നെ ഇന്ന് അവിടെ ഉണ്ടായ സംഭവം, നെവിനും RJ ബിൻസിയും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായത്. അതിന് കാരണം RJ ബിൻസിയെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തത് നെവിൻ നോമിനേറ്റ് ചെയ്തത് RJ ബിൻസിയാണ്. അപ്പം RJ ബിൻസിക്ക് അതിന് പറഞ്ഞ റീസൺ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും തമ്മിൽ ഭയങ്കരമായിട്ട് സംസാരം ഉണ്ടാവുകയും ഇനി മുതൽ നെവിന് ഭയങ്കരമായിട്ട് വേറൊരു മുഖം നമുക്കൊന്ന് കാണാൻ പറ്റും. നെവിൻ ഇത്രയും കളിച്ച് ചിരിച്ച് തമാശയൊക്കെ അടിച്ച് വേറൊരു ടോണിൽ വേറൊരു ബോഡി ലാംഗ്വേജിലൊക്കെ സംസാരിച്ച് ഒക്കെ നിൽക്കുന്ന നെവിനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ അത് മാറി ഭയങ്കര ദേഷ്യത്തിൽ എനിക്കിനി അവളെ കാണുക പോലും വേണ്ട, എൻ്റെ കൺമുമ്പിൽ കാണണ്ട, അവളെ എടി പൊടി എന്നൊക്കെ വിളിച്ചപ്പോൾ RJ ബിൻസി തിരിച്ചു പോയി, നീ വീട്ടിൽ പോയി നിൻ്റെ വീട്ടിൽ പോയി അമ്മയും പെങ്ങളെയും വിളിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത്. എടി പൊടി എന്ന് വിളിക്കുന്നത് പലതവണ പറഞ്ഞു, സോറി എന്നൊക്കെ പറഞ്ഞു. അവസാനം വീണ്ടും വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുപടി അവിടെ ഭാഗത്ത് നിന്നു, ഞാൻ ഇനിയും വിളിക്കുവേണ്ടി നീ എന്ത് ചെയ്യുന്ന രീതിയിൽ നെവിൻ വളരെ മോശമായിട്ട് സംസാരിച്ചു. തിരിച്ച് നല്ല രീതിയിൽ ബിൻസിയും പ്രതികരിച്ചു. എന്തായാലും ഓക്കെ, നല്ലൊരു ഫൈറ്റായിരുന്നു അവിടെ നടന്നത്. നെവിൻ നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ എന്തായാലും ആ ഫൈറ്റ് ഇനി കുറച്ചുകൂടെ നെവിൻ കുറച്ചുകൂടെ സീരിയസ് ആവാൻ കാരണമാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷാനവാസ് അവിടെ കിടന്ന് സംസാരിച്ച് പുള്ളിയുടെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. ഭയങ്കര ഒരു ഇടയ്ക്കൊക്കെ ഒരു ബോറിങ്ങും കാര്യം, ഒരു കുലപുരുഷനൊക്കെ ചമഞ്ഞ് നിൽക്കുന്ന ഒരു പുള്ളിയായിരുന്നു. പക്ഷേ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ പുള്ളിയുടെ ക്യാപ്റ്റൻസി കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണെന്ന്. അനീഷും ക്യാപ്റ്റൻസി താണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്ത് ഷാനവാസിനെയാണ്. അതിന് പറഞ്ഞ ഒറ്റ റീസണുള്ളത്, ഇവൻ ഇവിടെ ക്യാപ്റ്റനായിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നത് എനിക്ക് കാണണം, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത്. കുറച്ചധികം പേര് അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. അക്ബർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് അക്ബറും. ഓക്കെ, പിന്നെ അവിടെ നല്ല രീതിയിൽ കണ്ടൻസ് കൊടുക്കുന്നത് കഴിഞ്ഞ 1-2 ദിവസങ്ങളുടെ നമ്മുടെ ആദില നൂറയൊക്കെ കുറച്ച് സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത്രയും ഒരു നോമിനേഷനിൽ വന്ന് പലരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ റീസൺ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടും ഒരു മാറ്റവും വരാത്തൊരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ശൈത്യ തന്നെയാണ്. ഒരു മാറ്റമില്ല, തണുപ്പൻ മട്ടന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കും കണക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും എവിക്റ്റ് ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വീക്കിൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്താകാൻ പോകുന്ന കണ്ടസ്റ്റൻറ്റ് ശൈത്യ ആയിരിക്കണം. മുൻഷി രഞ്ജിത്ത് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ മുൻഷി രഞ്ജിത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് മുൻഷി രഞ്ജിത്ത് ആവാൻ ചാൻസ് ഇല്ല. എവിക്ഷൻ ഉണ്ടെങ്കിൽ ശൈത്യ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അറിയില്ല ആരാണെന്ന് നോക്കാം. ചിലപ്പോൾ എവിക്ഷൻ ഉണ്ടാവില്ല ഈ വീക്ക്. അടുത്ത ആഴ്ച തൊട്ടായിരിക്കും എവിക്ഷൻ വരുന്നത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പലരും പറയുന്നുണ്ട് ബി ബോറാണ്, സീസൺ 7 ബോറാണ് മറ്റാണെന്ന്. പക്ഷേ ഇങ്ങനെയല്ല, എല്ലാവരും എക്സ്പോസ്ഡ് ആയി. അപ്പോൾ നമുക്ക് നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇവിടെ പലരും നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കാം. നമ്മൾ നേരെ നമ്മുടെ ഹോട്ട്സ്റ്റാറിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പാനി എടുത്ത് പുറത്ത് കളാന്നാണ് പലരും പറയുന്നത്. അതെ, നമുക്ക് അങ്ങനെ എടുത്തത്. ശരത്ത് കുറച്ചില്ല, ഭയങ്കര ഓവറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അനീഷ് ഇറിറ്റേറ്റിംഗ് പ്ലെയർ ആണെങ്കിലും രസമുണ്ട് പുള്ളി. ഇതിനിടയ്ക്ക് വേറെ സംഭവം, ഇവരെല്ലാം മീറ്റിംഗ് നമ്മുടെ ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്ത്
ആരൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അനീഷിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അനീഷോടെ പറയും, ഞാൻ ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല, ഒരിക്കലും ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ആൾക്കാരല്ല നിങ്ങളൊക്കെ വളരെ ഒരിക്കലും അടുപ്പിക്കാൻ പറ്റിയ ആൾക്കാരല്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഒരാളുമായിട്ടും ഒരു റിലേഷനില്ല, നിങ്ങൾ ആരും എന്നെ കാണാൻ വരരുത്. അപ്പോൾ വരും എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. ഇല്ല, വരേണ്ട ആവശ്യമില്ല, എന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ നാട്ടിലോ വീട്ടിലോ നിങ്ങൾ വരരുതെന്ന് പറഞ്ഞ് അനീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളാരെയും കാണാൻ ഞാനും വരുന്നില്ല എന്ന് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. അനു കുറച്ചൊക്കെ പുള്ളിയെ പ്രൊവോയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്, ചേട്ടാ എൻ്റെ കല്യാണത്തിന് വരില്ലേ, അത് ഒരിക്കലും വരില്ല, ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അനു പറയുന്നുണ്ട്, അനീഷേട്ടാ ഞാൻ സിംഗിളാണ്, ചേട്ടൻ താല്പര്യമുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അനീഷ് പറയുന്നത് ഈ ജീവിതകാലത്ത് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരുടെ ആരുടെയും സ്ട്രാറ്റജിയും പ്രൊവോക്കേഷനും ഒന്നും അനീഷിനെ ഏൽക്കുന്നില്ല എന്നത് അവിടെ 100% ഉറപ്പാണ്. അനു ഭയങ്കര ഒരു ഫേക്ക് പ്ലേ നടന്നു പോലുണ്ട്. ആവശ്യമില്ലാത്ത കാര്യം ജയിലിൽ പോയതിനു ശേഷം ശരത്തും അനുവും കൂടെ പ്ലാൻ ചെയ്ത് അനീഷിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അവർ തമ്മിൽ അനീഷിനെ ഫയർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അനീഷിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് സംസാരിക്കുന്നു. ശരത്ത് ഒരു ആവശ്യമില്ലാത്ത ചുമ്മാ കിടന്ന് സംസാരിക്കുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോടാ നീ കളിക്കുന്നത്, അനുവിന് ഒരു നിലപാടില്ല എന്ന് അനീഷ് പറഞ്ഞു. അപ്പോൾ അനീഷിന് അങ്ങനെ തോന്നിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംസാരത്തിൽ അനീഷിന് തെളിഞ്ഞ ഒരു കാര്യമായിരിക്കും നിലപാടില്ല. അത് പറഞ്ഞപ്പോൾ അനീഷ് അടുത്ത് പറയുന്ന രീതി എങ്ങോട്ടാണെന്ന് നോക്കണം നിങ്ങൾ. പുള്ളി പറയുന്നത് വെച്ചാൽ ഈ നാട്ടിലെ കേരളത്തിലെ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളെല്ലാം നീ പറഞ്ഞതെന്നുള്ള രീതിയിൽ വേറെ എങ്ങോട്ടൊക്കെയാണ് പോകണം, ഈ പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്, ഇത് ഗെയിമാണെന്ന് ഈ പൊട്ടൻ നല്ലതാണ് അറിയാം, എന്നിട്ട് എന്തിനാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല. അതാണ് പറയുന്നത്, പുള്ളി ഒരു ഫേക്ക് കണ്ടന്റ് ക്രിയേഷൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല, ബോറിംഗ് ആയിട്ട് ബോറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ പറഞ്ഞു കൊടുക്കുക, നമുക്ക് നേരത്തെ ഒരു തവണയെങ്കിലും ഇവനെ കണ്ടിരുന്നേ പറഞ്ഞു കൊടുക്കുന്നൊന്ന്, പക്ഷേ ഇല്ല, ഇത്രത്തോളം ഇറിറ്റേറ്റിംഗ് അല്ലായിരുന്നു അനീഷ് ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പുള്ളിക്ക് ക്യാപ്റ്റൻസി പോയതിൽ നല്ല വിഷമമുണ്ട്, അത് പുള്ളിയുടെ ഇതിൽ മൊത്തം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പുള്ളി അത് തിരിച്ചു പിടിക്കും എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെറുതെ കളിക്കാൻ പോയ ഒരാളല്ല അനീഷ് എന്ന് നല്ല രീതിയിൽ നമുക്ക് ഇതുണ്ട്. ഞാനും ആദ്യം ഒരുപാട് പുള്ളിയുടെ ഒരു സംസാരമൊക്കെ ഇറിറ്റേഷൻ ആയപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നി, ഈ പുള്ളി ഇതെന്തോന്ന് ഉടനെ ഔട്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഔട്ടാവില്ല. നിങ്ങൾ വരും എപ്പിസോഡുകൾ കണ്ടു നോക്കൂ, അനീഷ് അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത ആഴ്ച നോമിനേഷനിൽ അനീഷ് വരും, എവിക്ഷൻ നോമിനേഷനിൽ വരും, അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ ലിസ്റ്റിലുണ്ടാവും. പക്ഷേ അനീഷ് പുറത്താവില്ല, അത് അങ്ങനെയാണ്, പുറത്താക്കില്ല ബിഗ് ബോസ്. അല്ലെങ്കിൽ വോട്ടുകളിൽ കുറവാണെങ്കിൽ പോലും ബിഗ് ബോസ് പുറത്താക്കാൻ ചാൻസ് വളരെ കുറവാണ്, ഒരിക്കലും പുറത്താക്കില്ല. മുമ്പ് പറയും പോലെ തന്നെ രേണുസുതി ഒന്നുമല്ല, അവിടെ വെറുതെയാണ്, വെറും ഒരു പാഴാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം അവിടെ ഞാൻ കാണുമ്പോഴൊന്നും ആ രേണുസുതി ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ സംഭവം, പക്ഷേ പുള്ളിക്കാരിക്ക് അറിയില്ല ബിഗ് ബോസിനകത്ത് എന്ത് ചെയ്യണമെന്ന്. ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല, 100% ഉറപ്പാണ് രേണുസുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. പുറത്തെടുത്ത് കളയാത്തത് ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വേറെ ഒന്നുമല്ല, അത്രയും പൊക്കിയടിച്ചാണ് കൊണ്ടുവന്നത് ബിഗ് ബോസ്. അതുകൊണ്ട് വെളിയിലെടുത്ത് കളയുന്ന കാര്യം ഡൗട്ടാണ്, കളയില്ല, അവിടെ തന്നെ കാണും. ബാക്കി എല്ലാവരും അത്യാവശ്യം ഇതാവുന്നുണ്ട്. ഒനിയിലൊക്കെ ആക്റ്റീവായി വരുന്നുണ്ട്. ഒനീവ് ആക്റ്റീവ് അല്ലാത്ത കാര്യം പുള്ളി 24 hours കിച്ചണിനകത്താണ്, അതുകൊണ്ടാണ് പുള്ളി ആക്റ്റീവായിട്ട് കാണാത്തത്. എങ്കിലും ഓക്കെയാണ്. പിന്നെ ആ കൊച്ചുകുട്ടി റെന ഫാത്തിമയൊക്കെ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സംസാരിക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട്. അനു ഈ പറഞ്ഞ പോലെ ഫേക്കായിട്ട് പിന്നെ അവിടെ കരയുന്നു, ജയിലിനകത്ത് കരയുന്നു, ചേച്ചി എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതി അനീഷിനെ അഗെയിൻസ്റ്റ് ആക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അനീഷ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത്, 100% എനിക്ക് ഉറപ്പാണ്. അനീഷ് ഇതിനകത്ത് ടോപ്പ് 5 വന്നാലും അത്ഭുതം ഇല്ല എന്ന് ഞാൻ പറയുന്ന കണ്ടസ്റ്റൻ്റാണ് അനീഷ്. അപ്പാനി ശരത്ത് ടോപ്പ് 5 എത്തില്ല, മൂട്ടി വീഴും എന്നുള്ളതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ഇതിനകത്തുള്ള കമൻറ്റുകൾ നമുക്ക് നോക്കാം. ശരത്ത് ഓവറാണ്, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ ഞാൻ ഇത് കണ്ടിട്ടല്ല പറയുന്നത്, ഞാൻ ഇപ്പോഴാണ് ഈ കമൻറ്റ്സ് നോക്കുന്നത്. അപ്പാനി ഒള്ളി ഡയലോഗ്, അതെ വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ. എടി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ചീത്തയാണോ? എടി എന്ന് പറയുന്നത് ചീത്തയല്ല, സീരിയസ്ലി എടി അങ്ങനെ പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്നതായിരിക്കും, എങ്കിലും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എടാ എടി എന്ന് വിളിക്കുന്നതിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു ആൺ സുഹൃത്തിനെ എടാ എന്ന് വിളിക്കും പോലെ അല്ല നമ്മൾ പെൺ സുഹൃത്തിനെ എടി എന്ന് വിളിക്കുമ്പോൾ അവർക്കത് ഭയങ്കര അവർ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല ആ വിളി കേൾക്കുന്നതിൽ. അപ്പോൾ നമ്മൾ എടി എന്ന് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നാണ് പറയുക. അത് ഒരു ചീത്ത വാക്കെന്ന് വെച്ചാൽ അല്ല. ഇപ്പം നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മളെ പെൺകുട്ടികളെ എടി പൊടി എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ അതുപോലെയല്ല, മറ്റൊരാൾ വിളിക്കുമ്പം അതൊരു റെസ്പെക്റ്റ് ഉള്ള ഒരു വേർഡല്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംസാരം അവർക്കത് പലർക്കും ഇഷ്ടപ്പെടാത്തത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പോടി എടി പൊടി എന്ന് നിങ്ങൾ വിളിച്ച് നോക്കും, അപ്പോൾ അറിയാൻ പറ്റും അവരുടെ റിയാക്ഷൻ. ഒരിക്കലും അത് അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ പ്രശ്നമില്ല, പക്ഷേ അവരെ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവമൊക്കെ.
ഈ കമൻറ്റ് ബോക്സിൽ ഫുള്ള് അപ്പാനിക്ക് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ആരെയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക പരിപാടി, അതോ വേറെ വഴിയൊന്നുമില്ല. കൊള്ളാം, അവർക്ക് കഞ്ഞി കിട്ടില്ല. ജയിലിൽ കിടക്കുന്നവർക്ക് ഇന്ന് കഞ്ഞിയായിരുന്നു ഭക്ഷണം. അപ്പോൾ അവരത് കൊതിച്ചിരുന്നതാണല്ലോ, അങ്ങനെ കഞ്ഞിയൊന്നും അവിടെ കൊടുക്കുന്നതല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് കിട്ടിയൊരു സന്തോഷമുണ്ട്. അനുമോൾ കണ്ടന്റിന് വേണ്ടി അനീഷിനെ പറയുന്നത്, അതെ തീർച്ചയായിട്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും അനീഷിനെ വല്ലതും പറയുമ്പോഴേ കണ്ടന്റ് ഉള്ളൂ എന്നുള്ളതാണ് അവിടെ സത്യം. അത് അക്ബറിനായാലും അഭിലാഷിന് എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻസിയിലോട്ട് നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അഭിലാഷ് നല്ലൊരു പ്ലെയർ ആണെന്ന് പലരും കമൻറ്റൊക്കെ ഇട്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ പുള്ളി അങ്ങനെ കാണില്ല. പുള്ളി എന്തെങ്കിലും വഴക്കടിക്കാനോ അല്ലെങ്കിൽ മാത്രമല്ലാണ്ട് പുള്ളി ഒരു നല്ലൊരു കണ്ടന്റ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്ന രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അഭിലാഷിനെ. എന്നിട്ടും ക്യാപ്റ്റൻസി ടാസ്കിൽ മുന്നിൽ വന്നത് അഭിലാഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസാണ്. പക്ഷേ ഷാനവാസിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ എക്സ്പെക്ട് ചെയ്യാനുണ്ട്. പുള്ളി നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ എപ്പിസോഡ് അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.